കാറ്റിമൂണയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥ ഇഷ്ടംപോലെ പിടിക്കുന്ന കായാണ്. അപ്പം നല്ല മധുരമാണ്, പച്ചയ്ക്ക് തന്നെ നല്ല മധുരം വരുന്ന കായാണ്. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം അതും കായ്ക്കും. അതുകൊണ്ട് ഈ ചെറിയ ചട്ടിക്കകത്തൊക്കെ നല്ലപോലെ കായ്ച്ചിരിക്കുന്നതാണ്. എവിടെ വെച്ചാലും നമുക്ക് നല്ല രീതിയിൽ കായ്ക്കുന്ന ടൈപ്പാണ്. പിന്നെ പുഴുക്കേടുമില്ല, നാരുകൾ ഇല്ലാത്തൊരു മാങ്ങയാണ് കാറ്റിമൂണ. ഇത് പഴുത്തുന്നുണ്ടല്ലോ അല്ലേ? അതെ, പറിക്കാറായി തോന്നുന്നു. പറിക്കാറായതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഓൾ സീസൺ ലോങ്കനാണ്. വർഷം മുഴുവൻ നമുക്ക് കായ്ബലം തരുന്ന ഒരു ലോങ്കനാണ്. അതിന്റെ നല്ല കരുത്തുള്ള ചട്ടികളിലുള്ള 3000 രൂപ ആണ് ഈ ചെടിക്ക് വരുന്നത്. ബനാന സപ്പോർട്ടയുടെ നമ്മുടെ ഇവിടെ കൂടുതലായി കായ്ഫലം ലഭിക്കുന്ന ഒരു ചെടിയാണ്. നിറയെ കായ്ച്ചിരിക്കുകയാണ്. ഇതിന്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പലതും പറിക്കാറല്ലേ? അതെ, പലതും പഴുത്ത് നല്ല ടേസ്റ്റിയാണ്. അതെ, ചട്ടി മുഴുവൻ സപ്പോർട്ട് കണ്ടോ. ഇതിന്റെ എത്ര മുതൽ ചെടികളുണ്ട്? നമുക്കിവിടെ ഉണ്ട് 200 രൂപ മുതൽ മുകളിലോട്ടുള്ള ചെടികളുണ്ട്. വലിയ നെല്ലിക്ക കിട്ടുന്ന നെല്ലിയുണ്ട്. 150 രൂപയ്ക്ക് നമുക്ക് ഈ തൈ ഇവിടെ കൊടുത്തു വരുന്നത്. ഇത് മറ്റേ തമിഴ്നാട് അല്ലേ? അതെ അതെ, തമിഴ്നാട് നെല്ലി. നമസ്കാരം. ഇപ്പോൾ രാവിലെ സമയം 7 മണി. ഞാനിപ്പോൾ നിൽക്കുന്നത് നീള ഓർക്കാഡ്സിലാണ് കേട്ടോ. കരുനാഗപ്പള്ളി മാലിമൽ ദേവീക്ഷേത്രത്തിന് അടുത്തുള്ള മനോഹരമായിട്ടുള്ള ഈ ഗാർഡനിലാണ്. ഏകദേശം 10 ഏക്കർ സ്ഥലത്താണ് ഈ ഗാർഡൻ. ഇപ്പോൾ ഒരു പുതിയ സെക്ഷൻ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട്. ഈ കാണുന്നൊക്കെ എൻ്റെ ചുറ്റിരിക്കുന്നത് മാവ്, പ്ലാവ്, റംബുട്ടാൻ, പേര, ഒരുവിധം എല്ലാം ഇപ്പോൾ കാഴ്ചയുണ്ട്. പിന്നെ ലോങ്ങൻ്റെ നല്ല ബൾക്കായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ലോങ്ങന് ഒരു ഓൺ പ്രൊഡക്ഷനാണ്. മാവ് ഇവർ ബഡ് ചെയ്യുന്നുണ്ട്. ഹോൾസെയിലും റീറ്റെയിലും ഉള്ള വലിയൊരു നഴ്സറിയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചേട്ടൻ പറയും. ഇത് നിള നഴ്സറിയാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ടൗണിൽ നിന്ന് കിഴക്ക് തൊടിയൂരിൽ പ്ലാവിള ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നമുക്ക് വിവിധ സ്ഥലത്തായിട്ട് ഒരു 10 ഏക്കർ സ്ഥലത്തോളം ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ വലിയൊരു ശേഖരമുണ്ട്. അപ്പം ഇവിടെ നമുക്ക് മാന്തൈകൾ, അതേപോലെ പ്ലാവ്, പുലാസൻ, റംബൂട്ടാൻ, ലോങ്കൺ, ചാമ്പ, പേര, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട്, റംബൂട്ടാൻ്റെ തന്നെ NIT വിഭാഗത്തിൽപ്പെട്ടതുണ്ട്. പിന്നെ മട്ടോവയുണ്ട്. അങ്ങനെ ഒരുപാട് ഇനത്തിൽപ്പെട്ട ചെടികൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ആണ്. ബനാന സപ്പോർട്ടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബനാനയാണ്. അതിൻ്റെ തൊലിക്ക് കട്ടി കുറവാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായ നിരവധി ഇനത്തിൽപ്പെട്ട ചെടികളുണ്ട് ഇവിടെ. ഇവരെ തൈത്തെങ്ങ് കണ്ടമാനം ചെയ്യണ്ട കുറേ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇത് രാമഗംഗ വിഭാഗത്തിൽപ്പെട്ട തെങ്ങാണ്. ഇതിവിടെ സണ്ണങ്കി വിഭാഗത്തിലുണ്ട്. കരിക്കിന് ഉപയോഗിക്കുന്നത്. പിന്നെ D&T വിഭാഗത്തിൽപ്പെട്ട തെങ്ങുകൾ ഉണ്ട്. ഇത് കൽപ്പസമൃദ്ധിയാണ്. അപ്പോൾ ഇതിൻ്റെ വില ഏതാണ്ട് 380 രൂപയാണ്. കൽപ്പസമൃദ്ധി നല്ല വലിയ നാളികേരാണോ? ഇത് നമ്മൾ പിന്നെ നാളികേരം ഉപയോഗിക്കുന്നത് നമ്മൾ പിന്നെ കരിക്കിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് തേങ്ങയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല വലിപ്പമുള്ള തേങ്ങയാണ്. ഇത് ചന്ദ്രശങ്കര എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടാണ്. D&T വിഭാഗത്തിൽപ്പെട്ടാണത്. കുള്ളൻ തെങ്ങുകളാണ്. അതാണ്ട് ഇവിടെ കൽപ്പസങ്കര എന്ന് പറയുന്ന തെങ്ങുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോക്ക് തെങ്ങിൻ്റെ തന്നെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ്. നമ്മൾ പല വീഡിയോസ് കൂടെ ചെയ്തിട്ടുള്ളതാണ്. ഇവരൊരു കാര്യം എന്ന് പറഞ്ഞാലേ ഡെലിവറി ഉണ്ടാവില്ല അല്ലേ? ഡെലിവറി ഉണ്ടാവത്തില്ല. നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൂടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ 350ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്കിവിടെ ലഭ്യമാണ്. നമ്മൾ അവിടെ കണ്ട ബനാന സപ്പോർട്ടയുടെ 200 രൂപ വിലയുള്ള ചെടിയാണിത്. ഈ ബനാന സപ്പോർട്ട 250 പൂക്കളുള്ള ചെടികളാണ്. അതെ അതെ, അത് 250ന്റെ ചെടികളുണ്ട്. ഇത് തായ് സപ്പോർട്ടയാണ്. ഇതും നല്ല വലിപ്പം വെക്കുന്ന അവിടെ കായുണ്ട്. ഈ വെറും ചെറിയ ചെടിയാണ്. വളരെ ചെറിയ ചെടി എടുക്കാം ഞാനത്. ഈ ചെറിയ ചെടിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഫലം. തായ് സപ്പോർട്ട് നല്ല വലിപ്പം വരുന്ന. അതെ അതെ, നല്ല വലിപ്പം വരുന്നതാണ്. പിന്നെ ഒരു 350 രൂപ വിലയാണ് ഈ ചെടിക്ക്. ഇത് കാലാപ്പാടി സപ്പോർട്ട്. ഇതൊരു 100 രൂപയുടെ ചെടികളാണ്. ഇത് മിക്കവാറും പൂട്ടതൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെയൊക്കെ പൂട്ട് നിൽക്കുകയാണ്. ഇത് നല്ല വലിപ്പത്തിലുള്ള സപ്പോർട്ട് കിട്ടുന്ന ഒരു ചെടിയാണ്. ഇത് ക്രിക്കറ്റ് ബോൾ ലെമൺ അല്ലേ? അത് ലെമണാണ്. ഇത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് എന്ന് പറയും. ഇതും ക്രിക്കറ്റ് ബോളിന്റെ റൗണ്ടായിട്ട് വരുന്ന ഒരു സപ്പോർട്ടയാണ്. ഇത് സീഡ് സ്റ്റാർ ഫ്രൂട്ടാണ്. അത് നമുക്കൊരു നല്ല ക്വാണ്ടിറ്റി ുള്ള ചെടികൾ ഇവിടെ ലഭ്യമാണ്. ഒരു 10,000-5000 പീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള സാധനമാണ്. ഇതൊക്കെ ഒരു കൊല്ലത്തിൽ താഴെ മതി അല്ലേ? അതെ, ഒരു 6 മാസം മതി. 6 മാസം. ഇത് ചാവക്കാടൻ ഓറഞ്ച് എന്ന് പറയുന്ന ചെന്തങ്ങാണ്. കരിക്കിന് വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് പോകണ്ടല്ലേ ഈ ചെടി? നന്നായിട്ട് പോയിട്ടുണ്ട്. ഇത് ബേറാപ്പിളാണ്. ബേറാപ്പിൾ കായ്ച്ചെടുക്കണമെങ്കിൽ ബേറാപ്പിൾ ഇങ്ങനെ കൊല പോലെ കിടക്കുകയാണ്. നല്ല ഒരു പ്രത്യേകമായൊരു ടേസ്റ്റുള്ള വലുതാണെന്ന് തോന്നുന്നു. നല്ല വലുതാണ്. അപ്പം മഴ ആയതുകൊണ്ട് ഇതിങ്ങനെ
അപ്പോൾ അതിൻ്റെ ചെറിയ ചെടിയുണ്ട്, ഉണ്ട്, ആവശ്യം പോലെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് കറി നാരക അല്ലേ? ഇത് കറി നാരകം 450 രൂപ. നമുക്കിത് ഡ്രമ്മിനകത്തും ചെടിച്ചട്ടിക്കകത്തൊക്കെ ലെയർ തൈയാണ്. നമുക്കിത് ഒരു വീട്ടിൽ കണ്ട കായ്ച്ച ലെമണാണ്. ഇത് ലെമൺ, ഇത് കറി നാരക, കറി നാരക, ഇത് കൽക്കട്ട ലെമണാണ്. കൽക്കട്ട പാട്ടി ലെമൺ. ഓക്കെ. പിന്നെ നമുക്കിവിടെ കുടംപുളി ഉണ്ട്. കുടംപുളിയുടെ ഒരു നന്നായിട്ട് നമുക്ക് ലഭിക്കുന്ന കായ്ഫലം ലഭിക്കുന്ന നല്ല ചെടിയാണ്. ഒരുപാട് വലിപ്പത്തിൽ വളരത്തില്ല, നല്ല പടർന്ന് വളരും. അതിന്റെ ചെറുതുണ്ടല്ലോ കുടംപുളി? ഉണ്ട്. ഓക്കെ. ഇത് നമുക്കൊരു 200 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന തൈകളാണ്. ഇവിടെ പാകിസ്ഥാൻ ലെമൺ ഉണ്ട്. പാകിസ്ഥാൻ ലെമൺ നമുക്കറിയാം, ലെമൺ നാരങ്ങ നമുക്ക് ഉഷ്ണകാലത്തൊക്കെ നന്നായിട്ട് നമുക്ക് വീട്ടിലെ ആൾക്കാർ അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് നാരങ്ങ പറിച്ചു കൊടുക്കാൻ കഴിയും. അതേപോലെ കറിനാരകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്വീറ്റ് ബുഷ് ഓറഞ്ച്. ബുഷ് ഓറഞ്ച് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, മൊത്തം കായായിരിക്കുമല്ലോ അല്ലേ? ഇവിടെയൊക്കെ പലതും കായ പിടിച്ച തൈകളുണ്ട്. ഇതൊക്കെ ലെമൺ ഓറഞ്ച് വെറൈറ്റീസ് ആണ്. ഒക്കെ ക്രാഫ്റ്റഡ്, അതായത് ബാരി വൺ മാൾട്ട കേട്ടോ. ബാരി വൺ മാൾട്ട എന്ന് പറയുന്ന ഇനത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ നല്ലോണം കായ്ക്കുന്ന പച്ചയിലും മധുരമുള്ളൊരു മൾട്ട ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് ഇവിടെ നിൽപ്പുണ്ട് മൊത്തം നല്ല പൂത്ത്. ബുഷ് ഓറഞ്ച് പിന്നെ എപ്പോഴും കായ്ക്കുന്നതുണ്ട്. അതൊക്കെ കായുണ്ട്. ഓരോ ശാഖയിലും ആവശ്യം പോലെ. ഇതൊക്കെ എന്ത് വിലയുണ്ടത് ബുഷ് ഓറഞ്ച്? ഇതൊരു 250 രൂപ. നല്ല പ്ലാന്റ്, നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഇവിടെ നമുക്ക് കണ്ട മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. അതിന്റെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ നമുക്കത് ഇവിടെ. പിന്നെ ക്രിംസൺ റെഡ് അല്ലേ? ക്രിപ്പാൻ പേരയാണ്. ഇത് അവോക്കാഡോ. ഇത് കുറച്ച് പ്രായത്തിയ അവോക്കാഡോ ഉള്ള. അതെ. ജബോട്ടിക്കാബയുടെ ഏതൊക്കെയാണത്? റെഡ് ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട മരമുന്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ചെറുതും വലുതുമായ ഒരു 10,000 രൂപ വില വലിപ്പമുള്ള കായ്ച്ച ചെടികൾ നമ്മളിവിടെ ലഭ്യമാണ്. ഇത് 800 രൂപ അല്ലേ? ഇത് 800 രൂപ. ഓക്കെ. 3000 രൂപ മുതൽ കായ്ച്ച ചെടികളുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച്. ഇവിടെ വലുതുണ്ട് ജബോട്ടിക്കാബയുടെ. ഇത് റെഡ് ഹൈബ്രിഡും ഉണ്ട്, എസ്കാർലറ്റും ഉണ്ട്. എസ്കാർലറ്റിൻ്റെ ഉണ്ട്, റെഡ് ഹൈബ്രിഡ്. ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുക, കാരണം ഇത് ഓൾറെഡി ഇവർ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന തൈകളാണത്. എസ്കാർലറ്റിൻ്റെ വലിയ ചെടിയാണ്. 3000 രൂപ വലിപ്പമുള്ള നല്ല ചെടിയാണ്, കായ്ച്ച ചെടിയാണ്. അതല്ലേ? അതെ. ഇത് ഓൾറെഡി കായ്ച്ചാണല്ലേ? ഓൾറെഡി കായ്ച്ച ചെടിയാണ്. ഓക്കെ. ഇത് പാകിസ്ഥാൻ ലെമൺ. പാകിസ്ഥാൻ ലെമൺ അല്ലേ? തായ് ലെമൺ അല്ലേ? തായ് ലെമൺ. ഓക്കെ. ഇത് നല്ല ഉരുണ്ട നാരങ്ങ, ഒരു ഗ്ലോസി സ്കിൻ ആയിട്ടുള്ളതാണ്. നല്ല നീര് കിട്ടുന്ന ഒരു നാരങ്ങയാണത്. എപ്പോഴും കായ്ക്കും അല്ലേ? എപ്പോഴും കായ്ക്കും, എല്ലാ സമയത്തും നമുക്ക് കായ്ഫലം. ഇത് എന്ത് വിലയുണ്ട് ഈ ചെടി? 100 രൂപ മുതൽ മുകളിലോട്ടുള്ള 200-500 വരെയുള്ള ചെടികളുണ്ട്. ഇത് സീറ്റമ്പഴമാണ്. സീറ്റമ്പഴം നമുക്ക് പച്ചക്കാണെങ്കിൽ നമുക്ക് മീൻകറിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന, പഴുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇനമാണ്. 350 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിങ്ങൾ ഡെലിവറി നടത്തിയ കഷ്ടമായിപ്പോൾ എന്ത് പറ്റി? നമുക്ക് ഡെലിവറി സംവിധാനത്തിൽ നമ്മളിവിടെ ചെടികളുമായിട്ട് ചെല്ലുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓൺലൈൻ വഴി അവർ ഓർഡർ ചെയ്യും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതല്ല എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഡെലിവറി നിർത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വലിയ ക്വാണ്ടിറ്റി, പിന്നെ നഴ്സറിക്കാരൊക്കെ ആണെങ്കിൽ ഒരു വണ്ടികൾ അറേഞ്ച് ചെയ്യൂട്ടാ. ഈ കാണുന്ന ഇപ്പോൾ മൊത്തം പ്ലാവാണല്ലേ? ഇതെല്ലാം പ്ലാവുകളാണ്. ഇത് ഡാൻസൂരിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാവാണ്. അതേപോലെ ഇതാണ്ട, ഇത് അവിടെ 150 രൂപയുടെ ഡാൻസൂരിയുടെ തൈ ആണെങ്കിൽ ഇത് 200 രൂപയുടെയാണ്. ഇപ്പുറത്ത് 300 രൂപ, 350 രൂപ. അപ്പോൾ ഈ ഡാൻസൂരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ചുവന്ന ചക്ക കിട്ടി സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും. പിന്നെ വിയറ്റ്നാം സൂപ്പർ ഏലി ഉണ്ട്, കംബോഡിയൻ ജാക്ക് ഉണ്ട്. കംബോഡിയൻ ഓറഞ്ച് 250-ന്റെ ചെടി 300. ഇത് 300 അല്ലേ? ഇത് 300. പിന്നെ അതെ സിന്ദൂര വരികയുണ്ട്, അതൊരു 300 രൂപ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. വിയറ്റ്നാം സൂപ്പർ ഏലിയുടെ തൈകളാണത്. വിയറ്റ്നാം സൂപ്പർ ഏലി നമുക്കിവിടെ നല്ലൊരു ക്വാണ്ടിറ്റി ആവശ്യം പോലെ 100 രൂപ മുതൽ തൈകൾ ലഭിക്കുന്നതാണ് ഇവിടെ. അതിൻ്റെ ഒരു നമുക്ക് എപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ലഭിക്കുന്ന ഇനമാണ് വിയറ്റ്നാമിൽ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന J33. അത് നമുക്ക് 150 രൂപയുടെ ഉണ്ട്, 200 രൂപയുടെ ഉണ്ട്. J33 ഏകദേശം 10-30 കിലോ വെയിറ്റ് വരും. നല്ല വരിക്കച്ചക്കയാണ്. കൊമേഴ്സ്യലായിട്ടൊക്കെ കൃഷി ചെയ്യാൻ ബെസ്റ്റ് ഇതാ. ഇത് അതിൻ്റെ കുറച്ചും കൂടെ വലിപ്പമുള്ള 350 രൂപയുടെ 350 രൂപ. ഇത് കണ്ടോ, നല്ല കരുത്തുള്ള ചെടികളാണ് ഉണ്ടാക്കുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഫുള്ള് മാവുകൾ അല്ലേ? മാവിൻ്റെ എത്ര വെറൈറ്റീസ് ഉണ്ട്? മാവിൻ്റെ ഏതാണ്ട് ഒരു 10-40ഓളം വെറൈറ്റി മാവ്. ഇത് കാലാപ്പാടി. ഇത് കാലാപ്പാടി. പിന്നെ മിയാസാക്കി ഉണ്ട്. ഓക്കെ. കോട്ടൂർ കോണമുണ്ട്. അതാണ്ട് കുറ്റിയാട്ടൂർ എന്ന് പറയുന്ന മറ്റൊരു ഇനത്തിലുള്ള മാന്തയുണ്ട്. കോട്ടൂർ കോണത്തിൻ്റെ ആണ് 250 രൂപ വിലയുള്ളതാണ്. ഇത് മല്ലിക ഇനത്തിൽപ്പെട്ട ഒരു മാന്തയാണ്. ഇവിടെ ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി ഉണ്ട്.
സിന്ദൂരം എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണിത്. ഇവിടെ ഇതേതാ റെഡ്? ഏതാ റെഡ് കളർ? ഇത് ബനാന ഉണ്ട്, ബനാന മാങ്കോ ഉള്ളത്. അത് ബനാന മാങ്കോ, 350 രൂപ. ഇത് റെഡ് ബനാന, ഇത് റെഡ് ബനാന. റെഡ് ബനാന ഉള്ളത്. ഓക്കെ. ഇതൊക്കെ ഇതിന്റെ ചെടികളെ കരുത്ത് കണ്ട. അത് 350 രൂപയുള്ള അത്രയും കരുത്തുള്ള ചെടിക്ക്. നല്ല വലിപ്പമുള്ള ചെടികളാണ്. അതുകൊണ്ട് ഇവിടെ കുളമ്പെന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട മാവുണ്ട്. ബങ്ങനപ്പള്ളി, മൂവാണ്ടൻ, ചക്കര, നീലം, ഇതൊക്കെ ലാംഡോപ്പായി, അങ്ങനെ മാവിന്റെ ഒരു നല്ല. ഇത് ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര മാവിന്റെ? ഏറ്റവും ചെറുത് 250 രൂപ അല്ലേ? 250 രൂപ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ലോങ്ങനാണ്. നമുക്കൊരു 700 രൂപ 800 രൂപ തൊട്ടുള്ള ലോങ്ങൻ ചെടികൾ ധാരാളമായിട്ട് ലഭിക്കും. നമുക്ക് ഒരു 10,000 രൂപയ്ക്ക് മുകളിലുള്ള ചെടികൾ പോലും ഉണ്ട്. അതിൽ മിക്കവാറും എല്ലാത്തുമ്മേം നോക്കിയ കായകളുണ്ട് കേട്ടോ. ഇത് ഡബിൾ ലോങ്കൻ ഇനത്തിൽപ്പെട്ടതാണ്. ഇതാണ് നമുക്കൊരു 800 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഏതാണ് ഈ ഡബിൾ ലോങ്കൺ? ഓക്കെ ഓക്കെ ഓക്കെ. ഡബിൾ ലോങ്കൺ, പിങ് പോങ്, ഡയമണ്ട് റിവർ, ഫോർ സീസൺ 1200. അത് 1200 ചെടിയാണ്. ചെടിയാണത്. പിന്നെ ഇതൊക്കെ റൂബി ലോങ്ങൻ. ഈ ലോങ്ങൻ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ലോങ്കൺ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ ചെയ്യുന്ന തൈകളാണ് ഇവിടെ പൂർണ്ണമായും ഇരിക്കുന്നത്. ഇത് ട്രോപ്പിക്കൽ വിയറ്റ്നാം ലോങ്ങനാണ്. നമ്മളൊരു 800 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. ഡയമണ്ട് റിവർ ഇനത്തിൽപ്പെട്ടതാണ്. ഏതാണ്ട് ഒരു 20ഓളം ഇനത്തിൽപ്പെട്ട ലോങ്ങൺ ഇവിടെയുണ്ട്. പിങ് പോങ് ലോങ്ങൺ, റൂബി ലോങ്ങണൊക്കെ നല്ല 2 ആൾ പൊക്കമുള്ള വലിയ ചെടികൾ അപ്പുറത്തിരിപ്പുണ്ട്. പിങ് പോങ് ഒക്കെ കാഴ്ച. ഇതെല്ലാം എല്ലാ വെറൈറ്റിയും കായ്ച്ചിരിക്കുന്ന ഒരു സമയമാണ്. കണ്ട ട്രോപ്പിക്കൽ വിയറ്റ്നാം ലോങ്ങൻ്റെ 250 രൂപ വിലയുള്ള തൈകളാണ്. 2500 രൂപ. ഞാൻ അങ്ങനെ 250 എന്ന് പറഞ്ഞിട്ട് 2500. ഇത് 2500 രൂപ വില വരുന്ന ട്രോപ്പിക്കൽ വിയറ്റ്നാം ലോങ്ങനാണല്ലോ. അതിന്റെ ബാക്കിലൊക്കെ ഇവിടെ എല്ലാം ലോങ്ങനാണ്. 2 ആൾ പൊക്കം വലിപ്പത്തിലുള്ള വലിയ തൈകളാണ് ഇവിടെ നിൽക്കുന്നത്. വലിയ ചെടി വരുമ്പോൾ 5500 രൂപ വരും. 5500 6000 രൂപ വിലയുള്ള ചെടികളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പിന്നെ കായ്ഫലം ഉള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊന്നും ഈ വെയിറ്റ് ചെയ്യണ്ട, നേരിട്ട് അങ്ങ് കൊണ്ടുവന്ന് വെച്ചാൽ നേരിട്ട് വെച്ചാൽ ഉടൻ തന്നെ. അതുകൊണ്ട് ഇവിടെ റൂബി ലോങ്കൻ്റെ വലിയ തൈ ഇതെല്ലാം നന്നായിട്ട് കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 6000 രൂപ വില വരുന്നതാണ്. പിന്നെ ഇത് ഏതാ ഈ ലോങ്ങൻ? എഡാസ്റ്റാർ ലോങ്ങണാണ്. എഡാസ്റ്റാർ ലോങ്ങണും നല്ല കരുത്തുള്ള ചെടി, എന്നേക്കാൾ വലിപ്പമുള്ള നന്നായിട്ട് കായ്ച്ചിരിക്കുന്ന ചെടിയാണ്. എന്താ ഈ ചെടിയുടെ വലിപ്പം ഞാൻ കാണിച്ചത് ഈ കവറുകളിൽ അത്യാവശ്യം ഒരു 8-10 അടി മേലേക്കുള്ള ചെടികളുണ്ടല്ലോ. ഇതെല്ലാം പിന്നെ ലോങ്ങനാണ്. വൈറ്റ് ലോങ്ങൻ ഉണ്ട്. ഇതൊക്കെ വൈറ്റ് ലോങ്ങനാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, വൈറ്റ് ലോങ്ങനാണ്. ഇനി ഇത് മൊത്തം ബോട്ടിക്കാപ്പ് ഉണ്ട് കേട്ടോ, വലിയ ചെടികൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ കായ്ച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 5 കൊല്ലം പഴക്കമുള്ളതുകൊണ്ട് 10,000 രൂപയാണ് ഈ ചെടിക്ക്. ഇതിൻ്റെ ഒരു സീസൺ സമയത്ത് നിറയെ കായ്ച്ചിട്ടുള്ള ഇപ്പോഴും നമ്മളിത് ഈ ചട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു നല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്നു. കുറേയധികം ഈ അടുത്ത സമയത്ത് കണ്ട് വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പോഴും കായണ്ട ഇതാണ്ട് ഇവിടെ കായണ്ടല്ലോ. ഇതൊക്കെ ഇതിൻ്റെ കരുത്ത് നോക്കി വെച്ചിട്ട് നല്ല ഇതായി തുടങ്ങി കായുണ്ട്. കായ കഴിഞ്ഞ സ്കാർലറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് നമുക്ക് 8,000, 10,000, 9,000 രൂപയൊക്കെ വിലയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെടികളാണ്. വലിയ മാവുകൾ, വലിയ ചെടികളുണ്ട്. ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന മാവാണ്. ഇതൊക്കെ എന്ത് വിലയുണ്ട് ഈ മാവ്? 1200 രൂപ വിലയുള്ള ചന്ദ്രക്കാരൻ, കുളമ്പ് തുടങ്ങിയിട്ടുള്ള മാന്തൈകളുണ്ട്. അപ്പോൾ ഇവിടെ അവിടെ അപ്പുറത്ത് പിന്നെ നമ്മുടെ മരമുന്തിരി നന്നായിട്ട് പൂത്തു നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട്. ഊട്ടിക്കാപ്പൊക്കെ പിന്നെ ഇവർ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണമല്ലേ? അതെ. ഇത് അനീഷ്, നമ്മുടെ ഇവിടുത്തെ മെയിൻ സൂപ്പർവൈസറാണ്. അനീഷ് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ കഴിയും. ഇതുമൊക്കെ പൂക്കളൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കില്ലേ കുറേ? അതെ, കുഴിഞ്ഞു പോയിട്ട്. കായ്ക്കാറായ പുലാസനാണല്ലേ? പുലാസൻ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലം കായ്ച്ച ടൈപ്പാണ്. അതെ, കഴിഞ്ഞ കൊല്ലം നമുക്ക് കായ്ച്ച് ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു. അതെല്ലാം പോയതാണ്. അതിൻ്റെ ബാക്കി ഇരിക്കുന്നതാണ് ഇതിപ്പോൾ. 2500 രൂപ റേറ്റേ ഉള്ളൂ നമുക്കിത്. ഒരാൾ 1.5 ആൾ പൊക്കത്തിൽ നിൽക്കുന്ന സാധനമാണ്. നല്ല ബുഷാണ്, നല്ല ഹൈറ്റും നല്ല ബുഷായിട്ട് നിൽക്കുന്നതാണ്. ഇതാകുമ്പോൾ 2500 രൂപ റേറ്റേ ഉള്ളൂ നമുക്ക്. പുലാസന്റെ ചെറുതുണ്ട് ഇവിടെ. വളരെ ചെറുത് 450 മുതൽ നമുക്ക് തുടങ്ങും. 450, 800, 1000, 1200, 1500 അങ്ങനെ വരും. ഇതേതാ ഈ പ്ലാവ്? ഇത് J33 ആണ്. അതിന്റെ വലുതല്ലേ? J33 500-ന്റെ പ്ലാനാണ് ഇരിക്കുന്നത്. നല്ല മധുരമുള്ള ചക്കയാണ്. നല്ല മഞ്ഞ കളറാണ് ചക്കയ്ക്ക്. ഇതൊക്കെ അതാണ് J33. അത് ഇതാണെന്നോ അല്ലേ? ഡെങ്സൂരിയാണോ? അല്ല, ജംലസ് എന്ന് പറയുന്നത് നല്ല വെള്ള ചക്ക, നമ്മുടെ പഞ്ചസാരയുടെ മധുരമുള്ള ചക്കയാണ്. ഗംലസ്. ഗംലസ്. പശയില്ലാത്ത ടൈപ്പ്. പഴുത്ത് കഴിഞ്ഞാൽ
പശയില്ല അതിനകത്ത്, നല്ല വെള്ള ചക്കയാണ്. അത് കായ്ക്കണ എത്ര കൊല്ലം കൊണ്ട് കായ്ക്കാൻ ഒരു ഇച്ചിരി താമസിക്കും, ഒരു 4-4.5 കൊല്ലം കായ്ക്കാൻ. നല്ല ചക്കയാണ്, പഞ്ചസാരമായിട്ട് നമ്മൾ നല്ല വെള്ളച്ചക്ക. ഇതോ ഈ പ്ലാവ് അതെല്ലാം ജയത്തെടുത്തി. അതിന്റെ അത്യാവശ്യം കരുത്തുള്ളതാണ്. കംബോഡിയന്റെ ഒരു വെറൈറ്റി ഉണ്ട്, കംബോഡിയൻ ഇപ്പൊ സൈഡ്. ഇതൊക്കെ അത് തന്നെയാണ്, അതെല്ലാം ജയത്തെടുത്തി. അവിടെ ചാമ്പ അതിരിക്കണത്, ആ ചാമ്പ ഏതാണ്? കംബോഡിയൻ കണ്ടായ കംബോഡിയൻ. അതവിടെ കംബോഡിയൻ കണ്ടു അവിടെ ആണല്ലേ. ഓക്കെ. കംബോഡിയന്റെ ചെറിയതായി ഫ്രണ്ടിലാണ്. കംബോഡിയന്റെ ചെറിയതായി നമുക്ക് 250 അവൈലബിൾ ആണ്. ഇതാകുമ്പോൾ ഒരു 750 വരും. ഇത് ഒരു കൊല്ലത്തിൽ. ഇത് കംബോഡിയൻ ഓറഞ്ച് ചാക്കാണ്. കംബോഡിയൻ ഓറഞ്ച് ചാക്ക്, ആ വലിയ ചുളല്ല, വലിയ ചുളയാണ്. നമ്മുടെ ആ ജയത്തേറ്റത്തിൻ്റെ കൂട്ട് തന്നെ നല്ല വലിപ്പമുള്ള ചക്കയാണ്. ഒരു കൊല്ലത്തിൽ തന്നെ 2 പ്രാവശ്യം കായ്ക്കുന്ന ടൈപ്പാണ്. ചോപ്പ് ചക്കയാണ്, നല്ല മധുരമാണ്. ഇതാകുമ്പോൾ നമുക്ക് 750 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. ശരി ശരി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ ഏകദേശം കണ്ടാണ്. ഇതൊക്കെ ലോങ്ങൻ്റെ വെറൈറ്റീസ് നമ്മൾ കണ്ട. അവിടെ ചാമ്പട വലിയ തൈയാണ്. ഏതാണ്? ഡൽഹരിയാണോ? ചാമ്പ ഡൽഹരി ഉണ്ട്, ബാലിയുണ്ട്, ഉമ്മറുണ്ട്, തായ് റെഡ് ഉണ്ട്. അത് ശരി. ഇത് ഏതായിരിക്കുന്നത്? അത് ഡൽഹരിയാണത്. ഓക്കെ. ഡൽഹിയുടെ നമുക്ക് ഈ വലിയ പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാം. ഈ പ്രാവശ്യം കായ്ച്ചതാണ്, നല്ല പ്ലാന്റ് ആണത്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് ഈ ചെറുനാരങ്ങയാണ്. ചെറുനാരകമല്ല, പാകിസ്ഥാൻ ലെമണാണ്. നമുക്ക് ഇല ഇതിൻ്റെ കുറവാണ്. കായ്ക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾ സീസണാണ്, എപ്പോഴും നല്ല കാണും. പിന്നെ വലിപ്പം ഇത്രയൊക്കെ, ഏകദേശം ഇത്രയൊക്കെ വലിപ്പം കാണത്തുള്ളൂ. നല്ല നീരാണ് ഇതിനകത്ത്, എപ്പോഴും കാണും ഇതിനകത്ത്. പിന്നെ ഇതൊക്കെ സപ്പോട്ട മാവിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് വെറൈറ്റി ആണ്. അത് R2 മാവാണ്, 400 രൂപയ്ക്ക് നമുക്ക് കൂടെ ലഭ്യമാണ്. ഇതൊക്കെ മാവുകളാണ്. പിന്നെ ഇതേതാ ഈ ചെറുനാരങ്ങ? അത് കൽക്കട്ടപ്പാട്ടിലെ ചെറുനാരകം. നമുക്ക് 200 രൂപയോ 250 രൂപയോ ഉള്ളൂ നമുക്ക്. പിന്നെ ഇവിടെ നമ്മളൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, മാവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. മാവ് ഇവിടെ നമ്മൾ കുറേ ഈ മാവൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേതാ പേരയുടെ വെറൈറ്റികൾ? പേര ഇതെല്ലാം കൂടെ മിക്സ് ആയിരിക്കുകയാണ്. തൈവമ്പും അർക്കാക്കനും VNR ഇതെല്ലാം കൂടെ മിക്സ് ആയി. ഇത് ജാർവി റെഡ്, ജാർവി റെഡ്, അതായത് റെഡ് ഡയമണ്ട് 1 എന്നൊക്കെ പറഞ്ഞ് പൊതുവെ ആൾക്കാർ ഇഷ്ടം പോലെ വെക്കുന്ന ഒരു പേരക്കാണ്. ഇത് ചെറിയൊരു പപ്പക്കായ മോഡൽ, കുറച്ചും കൂടെ ഇങ്ങനെ നീളത്തിൽ വരുന്ന ടൈപ്പ്. ഒരു തീരെ കുറവാണ്, ഉൾഭാഗം നല്ല ചുവപ്പ് കളറാണ്, നല്ല മധുരമാണ്. എന്ത് വില ഉണ്ട് തൈ? ഇതാകുമ്പോൾ നമുക്ക് 350 കിട്ടും. പിന്നെ ഇതിന്റെ ചെറിയ തൈ ഉണ്ട്, 250 ഉണ്ട്, ലെയർ തൈ ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് കശുമാവിന്റെ തൈ. കശുമാവ് ബൾക്ക് ഉണ്ടോ? ബൾക്കായിട്ട് നമുക്കിപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക്. ഇത് ഏതിൻ്റെയാണ് കശുമാവ്? പെട്ടെന്ന് കായ്ക്കണോ? പെട്ടെന്ന് കായ്ക്കുന്ന ഗ്രാഫ്റ്റ് ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വരുമ്പോൾ മുള്ളാത്ത. ഇത് മുള്ളാത്ത. പിന്നെ അതേ ഇവിടെ പിന്നെ ബുഷ് ഓറഞ്ച് നമുക്ക് ചട്ടിക്കത്താക്കിയ ടൈപ്പ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പ്. ഇനി ഇവിടെ നിന്ന് ഇതൊക്കെ അങ്ങോട്ട് റംബുട്ടാന്റെ വെറൈറ്റി, N8, സ്കൂൾ ബോയ്, മൂവാർഗടി, അങ്ങനെ നമുക്ക് കുറെ വെറൈറ്റി ഉണ്ട്. E35 ഇതൊക്കെ റംബുട്ടാനാണ്. പിന്നെ ഇവിടെ ഇത് കൊടുക്കാനുള്ള ചെടിയാണ്. ഇത് കൊടുക്കുന്നത് നമുക്ക് കൊടുക്കാം. നമുക്ക് ഇത് അമ്പഴം, സ്വീറ്റ് അമ്പഴമാണ്. നല്ല മധുരമുള്ളതാണ്, ഒരുപാട് ഹൈറ്റിൽ പോത്തില്ല. നല്ല ചെറുത്. ഇത് ചാമ്പ നമുക്ക് ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ്. ഏതാ ചാമ്പത്? ബാലിയാണല്ലേ. പിന്നെ ഇതെല്ലാം റംബുട്ടാൻ്റെ. പിന്നെ അവിടെ കുറച്ച് ചാമ്പട വെറൈറ്റികളുണ്ട് അല്ലേ? ചാമ്പട കുറച്ച് വലിപ്പുള്ള തൈകളാണ്. 700 രൂപ റേറ്റ് ഉള്ളതാണ്. അതായത് ഇതിലേതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ? ഇതിനകത്ത് ഡൽഹരി ഉണ്ട്, ബാലി ഉണ്ട്, ഉമ്മറുണ്ട്, തായ് ഉണ്ട്, തായ് റെഡ് ഉണ്ട്. ഇതൊക്കെ 700 രൂപ വില വരുന്നത്. ഇതൊക്കെ പൂത്തതാണ്, കായ്ച്ച ടൈപ്പ് സാധനമാണ്. പിന്നെ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു 1300, ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ 1300. അതായത് ഇത് ഓൾറെഡി കായ്ച്ച 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന. ഇതൊക്കെ ആകുമ്പോൾ 800, കഴിഞ്ഞ പ്രാവശ്യം പൂവായതാണ്. ശരി ശരി. പിന്നെ 800 ഉണ്ട്, പിന്നെ 550 ഉണ്ട്, 450 ഉണ്ട്, 350 ഉണ്ട്, 150, 100 മുതലുള്ള ഉണ്ട് നമുക്ക്. ഇതിൽ കൊച്ചബിയും ഉണ്ട് കേട്ടോ. അതായത് ഇതിനേലും ചെറുതുണ്ട് അല്ലേ? അതിൽ ചെറുതുണ്ട്. ഇതാകുമ്പോൾ 150 വരും. ഇതിലും ചെറുതുണ്ട്. 100 അവിടെ ഉണ്ടല്ലേ. ഓക്കെ. ഇത് തൈത്തെങ്ങ്. ഇത് ഏതൊക്കെയത്? ഇതെല്ലാം കൂടെ മിക്സ് ആയിരിക്കുകയാണ്. നമുക്ക് തെങ്ങിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. മലേഷ്യൻ ഗ്രീൻ ഉണ്ട്, ചെന്തങ്ങുണ്ട്, കുറ്റ്യാടി ഉണ്ട്, പിന്നെ 1000 കാച്ചി ഉണ്ട്, ചന്ദ്രശങ്കര, കൽപ്പസമൃദ്ധി എന്ന് പറഞ്ഞ 3 വെറൈറ്റി DNTT ഉണ്ട്. പിന്നെ രാമങ്ങയുണ്ട്. ഇത് N8 റംബുട്ടാൻ്റെ ചെറുതൈയാണ്, 200 സ്റ്റാർട്ടിങ്. അത് ഇത് നിങ്ങൾ ചെയ്യണ ഇവിടെ? ഇത് നമ്മൾ ചെയ്യുന്നത് പട്ടി ചെയ്യുന്നത്. അതുപോലെ തായ്വാമ്പ് പേരയാണ്. തായ്വാൻ പിങ്ക്. അതൊരു 750-800 ഗ്രാമൊക്കെ വലിപ്പം വരുന്ന തായ്വാമ്പിൻ്റെ പേരയാണ്. നമ്മുടെ കാലാവസ്ഥ നല്ല ഇഷ്ടം പോലെ പിടിക്കുന്ന ടൈപ്പ് പേരയാണ്. എങ്ങനെയാണ് റേറ്റ്? ഇത് ഉള്ളൊരു പിങ്ക് കളർ. ഇതാകുമ്പോൾ 200 രൂപ. ഇതിൻ്റെ 100 ഉണ്ട്, 1000 രൂപ വരെയുള്ള ഉണ്ട്. അത് ശരിയാ. ചെറുതിലേ കാ പിടിക്കുന്ന ടൈപ്പാണ്. നല്ല വലിപ്പമുള്ള കായാണ്, നല്ല മധുരമാണ്. കുരു ഉണ്ടെങ്കിൽ തന്നെ കുരുവിന് വലിയ വിഷയമില്ലാത്തതാണ്, വലിയ കട്ടിയില്ലാത്ത കുരുവാണ്.
അതെ, എല്ലാവരും ചോദിച്ചു കിടക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യൻ മൂസമ്പി. നമ്മളെ നാട്ടിൽ ധാരാളമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക്. അതിന് സീസൺ ഉണ്ടെന്നുണ്ട്. ഇന്ത്യൻ മുസമ്പി ആയാലും വിയറ്റ്നാം മുസമ്പി ആയാലും സീസൺ ഉണ്ട്. ഇതെങ്ങനെയാണ് സീസൺ? ഡിസംബർ ആണോ? ആ, പിന്നെ ഇതുണ്ട്, ഇത് ഇതിലൊക്കെ കായുണ്ട് കേട്ടോ പലതിലും. ഇതൊക്കെ ഇവിടെ വന്നിട്ട് കാഴ്ച ഇവിടെ വന്നിട്ട് കാഴ്ച അത് 800 രൂപ. പിന്നെ ഇത് റെഡ് ഡയമണ്ട്. റെഡ് ഡയമണ്ട് പേരയാണ്. അത് നമുക്ക് ലെയറാണ്, 200 രൂപയുള്ളത് നമുക്കത്. നല്ല പേരയ്ക്കകത്ത് ഏറ്റവും നല്ല വലിപ്പമുള്ള പേരയ്ക്കയാണ്. റെഡ് കളറാണ്, സീഡ് കുറവാണ്. ഇത് VNR ആണെന്ന് തോന്നുന്നു അല്ലേ? ആ, അത് VNR ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. റെഡ് ഡയമണ്ടിൻ്റെ റെഡ് ഡയമണ്ട് തന്നെ ചെറുതായിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഇത് VNRന്റെ തന്നെ നല്ല സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് 100 രൂപയേ ഉള്ളൂ. ശരിക്കും ഇതാണ് കൊമേഴ്സ്യൽ രീതിയിൽ ആൾക്കാർ കൃഷി ചെയ്യുന്ന പേരക്ക അല്ലേ? നല്ല വലിപ്പമുള്ള പേരയ്ക്കാണ്. നല്ല വെള്ള കളറാണ് ഉള്ളു. 100 രൂപ ഉള്ളൂ. 100 രൂപയേ ഉള്ളൂ. ഇത് മിക്കവാറും ഇതിലൊക്കെ ഉണ്ട്, അതിലൊക്കെ പൂക്കളുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പേരയുടെ കുറെ വെറൈറ്റി ഉണ്ട്. ഇത് തായ് സെവൻ നല്ല പേരക്കല്ലേ? നല്ല ഒരാൾ പൊക്കമുള്ളതാണ്. അത് 200 രൂപയേ ഉള്ളൂ നമുക്ക്. തായ് സെവനും നല്ല ഉരുണ്ട പേരക്കുണ്ട്, നല്ല വെള്ള കളറുള്ള പേരൊക്കെയാണ്. പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പാണ്. ഇതാകുമ്പോൾ നമ്മുടെ തായ് പമ്പിങ്ങിന്റെ വലിയ പ്ലാന്റ് ആണ് ഇരിക്കുന്നത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 800, 1000, 1200 വരെയുള്ള ഉണ്ട് ചട്ടിക്കകത്തിരിക്കുന്നത്. പിന്നെ ഇത് ബ്ലാക്ക് ഡയമണ്ട് നല്ല വലിപ്പമുള്ള പേരൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ അലുവ പീസ് പോലെ ഇരിക്കും കട്ട് ചെയ്ത് നിങ്ങൾ കഴിച്ചില്ല? നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിന്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്. ഇതൊക്കെ ഹോൾസെയിൽ കാണിക്കണ ഹോൾസെയിൽ ഉണ്ട്. ഇത് ഹോൾസെയിൽ നഴ്സറിയാണ്. ഇതിന്റെ അർക്കാക്കിരൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് വലിപ്പം വരത്തില്ലെങ്കിലും നല്ല മധുരമുള്ള നല്ല പേരൊക്കെയാണ്. 100 രൂപ അല്ലേ? 100 രൂപയുടെ ഉണ്ട്. 100 രൂപ മുതലുള്ള ഉണ്ട് നമുക്ക്. കുറച്ച് കട്ടിയായിരിക്കും പേരക്ക, ഉള്ളിൽ കുറച്ച് കുരുമുളക്, നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇതിന്റെ അകത്തൂടെ അങ്ങ് പോലെ. ഇതൊക്കെ പേരയുടെ പല വെറൈറ്റികളാണ്. ഇവിടെ ഇത് കണ്ടല്ലോ ചെറുന്ന, ഇത് ഏതാ സാധനം? ഇത് കൽക്കട്ട പാട്ടി ലെമൺ എന്ന് പറയും. എല്ലാം കായ്ച്ച് നല്ല പൂത്ത് കായ്ച്ചിരിക്കുന്ന. പിന്നെ ഇതിലെ വന്ന വൈറ്റ് ഡയമണ്ട് പേര് നമുക്കൊന്ന് പരിചയപ്പെടും. അതെവിടെ? വൈറ്റ് ഡയമണ്ട് ആണ്. ഓ ശരി. ഇത് വൈറ്റ് ഡയമണ്ട്. ഇത് 350 വരും റേറ്റ്. ഇത് ഗ്രാഫ്റ്റ് ആണ്. അതെ, കായുണ്ടല്ലോ. കായുണ്ട്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കുരു ഇല്ലാന്ന് തന്നെ പറയാം. 2-3 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. കുരു കുറവാണ്. നല്ല വൈറ്റ് കളറാണ്, നല്ല വലിപ്പമുള്ള. അതായത് നമ്മള് റെഡ് ഡയമണ്ടിന്റെ പിന്നീട് വന്ന വെർഷനാണ് വൈറ്റ് ഡയമണ്ട്. ഇവിടെ പുലാസാൻ ഉണ്ട് കേട്ടോ. പുലാസാന്റെ തന്നെ നമുക്ക് നല്ലൊരു വെറൈറ്റി ഉണ്ട്. ഇത് ചെറിയ തൈ അല്ലേ? ചെറിയ തൈ എന്ന് പറയുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 450 ഉള്ളു റേറ്റ്. 8-10 കവറാണ്. നല്ല ഹൈറ്റ് ഉള്ളതാണ്. അത്ര ഹൈറ്റ് വരുന്നതാണ്. ശരിക്കും പുലാസാനിലെ ഒരു പ്രശ്നം പറഞ്ഞല്ലേ, ഇപ്പൊ 8 കായ ഉണ്ടാവുന്ന ഉള്ളിൽ ആദ്യത്തെ ഒരു കൊല്ലം 3-ാം കൊല്ലം കായ്ക്കും. അത് ആദ്യത്തെ ഒരു കൊല്ലത്തെ ഒരു പ്രശ്നം. പിന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇത് കിട്ടുന്ന നല്ല വലിയ കായാണ്. നമ്മുടെ അത് നമ്മൾ തന്നെ ചെയ്യുന്നത്. റംബൂട്ടാനെ തോപ്പിക്കുന്ന രീതിയിലുള്ള കായാണ് ഇതിനകത്ത്. ഇത് അബിയുന്റെ നമ്മുടെ 100 പ്ലാന്റ്, 100 രൂപ തൈ. പിന്നെ ജാതിയുടെ തന്നെ നമുക്ക് നല്ലൊരു വെറൈറ്റി ഉണ്ട്. ജാതിയുടെ തന്നെ നമുക്ക് ജാതി 350 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അരിനെല്ലി. പിന്നെ ഇവിടെ ജാതി ജാതിയുടെ നമുക്ക് കുറെ വെറൈറ്റി കുറെ ഉണ്ട്. സ്റ്റോക്ക് കുറെ ഉണ്ട് ജാതിയുടെ. ഇത് കിണറ്റുകര. പിന്നെ പുലാസാന്റെ നമ്മുടെ 1000-ന്റെ പ്ലാന്റ് ആണ്. 1000-ന്റെ പ്ലാന്റ് ആണ്. ഇതൊക്കെ വലിയതായി എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം കഴിഞ്ഞാണ്. ഇതൊക്കെ പുലാസാനാണ്. എല്ലാം പുലാസാനുണ്ട്. പുലാസൻ വലുതിനാ? 1200 ഉള്ളൂ. പിന്നെ ഇവിടെ മാങ്കോസ്റ്റിൻ നമുക്ക് കാണാൻ അവിടെ 200-നകത്ത് സ്റ്റാർട്ടിങ് ഉണ്ട്. 200-ന്റെ പ്ലാന്റ് ആണ്. 200-ന്റെ വലുതാകുമ്പോൾ നമുക്ക് 8 കൊല്ലം ആയതാണ്. 8 കൊല്ലം അടുത്ത കൊല്ലത്തേക്ക് കായ്ക്കുന്ന ടൈപ്പാണ്. അതാകുമ്പോൾ 10,000 രൂപയ്ക്ക് നമുക്ക്. ഇതാകുമ്പോൾ 2500. പിന്നെ ഇതൊക്കെ തട്ടനുസരിച്ച് അത് ഓരോ തട്ടനുസരിച്ച് 350, 450, 550 അങ്ങനെ തുടങ്ങും. പിന്നെ ന്യൂക്രിസ്റ്റൽ ലോങ്ങൻ, നമുക്ക് ലോങ്ങന്റെ വേറെ. ഇത് എന്തോ മരുന്നടിക്കാന്നൊക്കെ പറയുന്നത്. ഇത് ക്ലോറൈഡ് അടിച്ചിട്ട് നമുക്ക് കായ്പ്പിക്കാൻ 2.5 കൊല്ലം ആകുമ്പോഴത്തേക്ക് ക്ലോറൈഡ് അടിച്ചിട്ട് നമുക്ക്. ഈ സാധനം ടേസ്റ്റ് ഉള്ള ലോങ്ങന നല്ല ടേസ്റ്റ് ആണ്. സീഡ് വളരെ ചെറുതാണ്. നല്ല ടേസ്റ്റ്, നല്ല ഫ്ലഷ് ആയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ ഇവിടുന്ന് ഒരു സെക്ഷനും കൂടി ഉണ്ട്. ഇതിന്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ റംബുട്ടാന്റെ ബൾക്ക് സ്റ്റോക്കാണത്. നമുക്ക് അത് 450 വരുന്ന ആണ്. നമുക്ക് 200 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 200 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഇത് നല്ല നല്ല വലിയ പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. പല തട്ടുകൾ, പല വലിപ്പത്തിലുള്ളതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ 450 രൂപയേ ഉള്ളത്. പിന്നെ അതിന്റെ നമുക്ക് കായ്ച്ച ടൈപ്പ് ഉണ്ട്. 1500-ന്റെ ഉണ്ട്. അത് കാണിച്ചു തരാം. ഇത് പിന്നെ പ്ലാവിന്റെ അത് കംബോഡിയൻ ആണ്. കംബോഡിയൻ, ഡാൻസൂര്യ, J33 ഇതിന്റെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ അടുത്ത കൊല്ലത്തേക്ക് കായ്ക്കുന്ന ടൈപ്പാണ്. ഈ പ്രാവശ്യം നമുക്ക് കള്ളക്കളയായ ടൈപ്പാണ്. മാവ് കാലാപ്പാടിയാണത്. കാലാപ്പാടി 250-ന്റെ പ്ലാന്റ് ആണ്. ചെറിയ പ്ലാന്റ്. കാലാപ്പാടി നമ്മുടെ തിരുവനന്തപുരക്കാരാണ്. കാലാപ്പാടി, കൂട്ടുകോണം, കുഴിശല്യം ഇല്ലാത്ത ടൈപ്പാണ്.
അതെ, ഈ റംബൂട്ടാനാണ് ആ റംബൂട്ടാണ് കായ്ച്ചത്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് 1500 നമുക്ക് കൊടുക്കാം. നമുക്ക് ഇവിടെ വന്നെടുക്കണമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ ബനാന സപ്പോർട്ട വലിയത്, ബനാന സപ്പോർട്ട വലുതാണിത്. 2500 വരും ഇത്. അതായത് ഫുള്ള് കായാണ്. അത് ഇച്ചിരി കൂടെ ഒന്ന് കായ്ച്ചിട്ട് മൂത്തതിന് ശേഷം ഇച്ചിരി നീളം വരത്തുള്ളൂ. അതിന് നല്ല നീളമുള്ള ടൈപ്പാണ്, നല്ല ചുവപ്പാണ്. ഇതാണ് നമ്മൾ അവിടെ കണ്ട 1500 വലിയ N80 പ്ലാന്റ്. N18 ആണല്ലേ? അത് നല്ല ബനാന സപ്പോർട്ട് ഇവിടെ മൂക്കാറായ അതാണ് ആ നീളം വന്നത്. പിന്നെ മാവിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? നമ്മൾക്ക് മൂവാണ്ടനുണ്ട്, മിക്സ്ഡ് ആണല്ലേ? എല്ലാം കൂടെ മിക്സ് ആയിരിക്കുകയാണ്. പിന്നെ ഓരോരോ സൈറ്റ് ഓരോരുത്തർ തിരിപ്പുണ്ട്. മൂവാണ്ടൻ കുറച്ച് വലിപ്പമുള്ള പ്രായമുള്ള ഹൈറ്റുള്ള സാധനമാണ്. ഇതൊക്കെയാണെങ്കിൽ നാംഡോക്കും അതിൻ്റെ 1500 പ്ലാനാണിത്. 1500 മിയാസാക്കി ഉണ്ട്, കോട്ടർക്കോണുണ്ട്, കാലാപ്പാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൈസ്. ഇതൊരു 7.5 ഏക്കർ ഉണ്ടല്ലേ? നമുക്കിത് പല സൈറ്റിലായിട്ട് ഒരു 3-4 സൈറ്റിലായിട്ടാണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. തന്നെ അത് സപ്പോർട്ട. ബനാന സപ്പോർട്ട അല്ല, കാലാപ്പാടി സപ്പോർട്ട ആകുമ്പോൾ നല്ലപോലെ പിടിക്കും. നല്ല റൗണ്ട് കായാണ്, ഇഷ്ടംപോലെ കാപ്പിടുത്തുള്ളതാണ്. അങ്ങോട്ട് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, നല്ല വലിയ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. നമുക്ക് ഇതാകുമ്പോൾ കൽക്കട്ടപ്പാട്ടി ലെമണാണിത്. പല സൈറ്റിലായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് കാലാപ്പാടി. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഗാർഡൻ്റെ അടുത്തൊരു സെക്ഷൻ ഉണ്ട്, ഒരു 2.5 ഏക്കർ സ്ഥലം. അങ്ങോട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് 2-3 പാർട്ടാണ്. കാരണം ഇപ്രാവശ്യം ഒരുപാട് ഏരിയയിൽ ഗാർഡൻ ഇങ്ങനെ പരന്നെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു സെക്ഷൻ കാണാം.